ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾ. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ടുള്ളൊരു ബ്രെഡാണ്. നമ്മൾ സാധാരണ ബ്രെഡ് ഉണ്ടാക്കുമ്പം അത് ഒരുപാട് നേരം കുഴയ്ക്കുകയൊക്കെ വേണം. എന്നാൽ ഈ ടൈപ്പ് ബ്രെഡ് തീരെ കുഴയ്ക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബ്രെഡിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്ന ബ്രെഡിന്. അതുമാത്രമല്ല, കുട്ടികൾക്കൊക്കെ നമ്മൾക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. നല്ല സോഫ്റ്റാണിത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഗോതമ്പ് പൊടിയും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ബ്രെഡിനകത്ത്, അതുകൊണ്ടാണ് ഈ കളറ്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ 2 കപ്പ് ചെറിയ ചൂടുവെള്ളം എടുക്കുന്നുണ്ട്. ഒരുപാട് ചൂടാകരുത്. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ് കറക്റ്റായിട്ട് പൊങ്ങി വരത്തില്ല. അളവെല്ലാം കൃത്യമായിട്ട് വേണം എടുക്കാനായിട്ട്, അപ്പോഴായിരിക്കും നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ബ്രെഡ് കിട്ടുന്നത്. ഇനി ആ ഇളം ചൂടുവെള്ളത്തിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. വൈറ്റ് ഷുഗറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിനകത്തോട്ട് 2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈസ്റ്റ് എല്ലാം പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. ഇപ്പം ഈസ്റ്റ് എല്ലാം നല്ലപോലെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്, പഞ്ചസാരയും അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് വേറൊരു വലിയ പാത്രം എടുക്കാം. അതായത് ഇത് കുഴച്ച് വെക്കാൻ പാകത്തിനുള്ള വലിയൊരു പാത്രം വേണം എടുക്കാനായിട്ട്. അതിനകത്തോട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ആദ്യമേ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഗോതമ്പ് പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നേരത്തെ നമ്മൾ ഈസ്റ്റും വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതാണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈസ്റ്റ് കലക്കി വെച്ച അതേ പാത്രത്തിൽ തന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അതും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാം കൂടെ ഇപ്പം 2.25 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് വെജിറ്റബിൾ ഓയിലാണ്. 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ മതി, അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു സ്പൂൺ വെച്ച് ഇളക്കുന്നതായിരിക്കും നല്ലത്, കാരണം കൈ വെച്ച് ഇളക്കി കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഞാനിവിടെ ഒരു വുഡൻ സ്പൂൺ വെച്ചിട്ടാണ് ഇളക്കുന്നത്. എല്ലാ സൈഡിലോട്ടും ഈസ്റ്റ് ആകുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇത് മാത്രമേ ഇതിനകത്ത് ആവശ്യമുള്ളൂ. നമ്മൾക്കിനി വേറെ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈസി ആയിട്ടുള്ള മെത്തേഡാണിത്. അപ്പം ഞാനിവിടെ എല്ലാ സൈഡിലോട്ടും ആക്കി കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 1 മണിക്കൂർ മാറ്റി വയ്ക്കുക. 1.5 മണിക്കൂറായാലും കുഴപ്പമില്ല. നല്ലപോലെ ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ 1 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി. ഞാനിവിടെ 1.5 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനകത്തൊക്കെ നല്ലപോലെ എയർ ബബിൾസ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. വുഡൻ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ കൈവച്ച് വീണ്ടും കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ നമ്മളിത് കുറച്ചധികം നേരം കൈവച്ചൊന്ന് കുഴച്ച് കൊടുക്കണം. ഇവിടെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇത് നല്ലപോലെ സ്റ്റിക്കി ആയിട്ടാണ് ഇപ്പം ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൈ വെച്ച് തൊട്ട് കഴിഞ്ഞാൽ കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾക്കിത് വീണ്ടും കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരെ ബ്രെഡ് ഉണ്ടാക്കുന്ന പാത്രത്തിനകത്തോട്ടാണ് വെക്കാൻ പോകുന്നത്. അപ്പം ആ പാത്രം കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും എണ്ണയൊന്നും ആക്കി കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടിയാണ് വെതറി കൊടുക്കുന്നത്. ആ പൊടിയും എല്ലാ ഭാഗത്തേക്കും ഒന്ന് തട്ടി കൊടുക്കുക. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ ചെയ്യാം. ഇപ്പം പൊടിയെല്ലാം എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ പൊടി ഇട്ട് കൊടുക്കാൻ താല്പര്യമില്ല എങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താലും മതി. ഇനി നമ്മൾ ഇളക്കി വെച്ച ബ്രെഡ് മിക്സ് ഇതിനകത്തോട്ട് നേരെ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഒരേ ലെവലിൽ വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം ഒരേ ലെവലായിട്ടില്ല എങ്കിൽ ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് എണ്ണ തേച്ച് അത് വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള ഈ പാത്രത്തിൻ്റെ സൈസ് 30 സെൻറ്റിമീറ്റർ ലെങ്ത്തും 10 സെൻറ്റിമീറ്റർ വിഡ്ത്തും 10 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ്. ഇപ്പം ഞാനിവിടെ ഒരേ ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് അടച്ചു വയ്ക്കുക. 15 മിനിറ്റ് മാത്രം അടച്ചു വെച്ചാൽ മതി. കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് അങ്ങ് പൊങ്ങിപ്പോവും. അതുകൊണ്ട് 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഇപ്പം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത മാവ് കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പൊങ്ങി കൂടിയിട്ടുമില്ല, ഇത്രയും പൊങ്ങി വന്നാൽ മതി. ഇനി ഒരു മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയില്ലെങ്കിൽ പാലായാലും മതി. അതിനുശേഷം അത് ഇതിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കുക. ഇതിൻ്റെ സൈഡിലോട്ടൊന്നും വരാത്ത രീതിയിൽ വേണം തേച്ച് കൊടുക്കാനായിട്ട്. അതായത് ഇതിൻ്റെ എഡ്ജസ്റ്റിലോട്ടൊന്നും തേച്ച് കൊടുക്കണ്ട. കാരണം നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുമ്പം ഈ മാവ് പൊങ്ങി വരുമ്പം ആ എഡ്ജസ്റ്റിലൊക്കെ അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എഡ്ജസ്റ്റിൽ തേക്കാതെ നടുവിൽ മാത്രം ഒന്ന് തേച്ച് കൊടുക്കുക. നമ്മളിത് ബേക്ക് ചെയ്ത് കഴിയുമ്പം നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ബ്രെഡിൻ്റെ മുകൾ ഭാഗം നല്ലപോലെ മുരിഞ്ഞും കിട്ടും, നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത ഓവണിനകത്തോട്ട് വയ്ക്കാം. 170 ഡിഗ്രി സെൽഷ്യസിൽ 35 തൊട്ട് 40 മിനിറ്റ് വരെ ആയിരിക്കും വെക്കേണ്ടി വരിക.
ചില ഓവണിൽ ചിലപ്പം കുറച്ചധികം നേരം വെക്കേണ്ടി വരും. അതൊരു പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പം 35 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ ബ്രെഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ സമയത്തൊക്കെ വരുന്നത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ഓലിവ് ഓയിൽ വേണമെങ്കിൽ അതും തേച്ച് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ബ്രെഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സൈഡിലൊന്നും തീരെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മുട്ട അടിച്ചത് ബ്രഷ് ചെയ്യുമ്പം പറഞ്ഞത് ഇതിൻ്റെ സൈഡിലോട്ടൊന്നും പോകരുതെന്ന്. അങ്ങനെ പോകുമ്പോഴാണ് പിന്നെ സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കുക. ഇനി നമ്മൾക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോഴും ബ്രെഡ് നല്ലപോലെ ചൂടായിട്ടാണ് ഇരിക്കുന്നത്. നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ഈ ചെറിയ ചൂടോടെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണിത്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കാണുമ്പോൾ അറിയാം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിലാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഓവനിൽ ഉണ്ടാക്കണ്ട എന്നുണ്ടെങ്കിൽ ഇത് അടുപ്പിൽ വെച്ചും ഉണ്ടാക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിനകത്തൊരു തട്ട് വയ്ക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ ബ്രെഡ് ടിൻ വെച്ച് കൊടുക്കുക. അതിനുശേഷം പാൻ അടച്ച് വെച്ച് 35 തൊട്ട് 40 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. 40 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾക്ക് പാൻ ഒന്ന് തുറന്നതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കിയിട്ട് ഇത് വെന്തോ എന്നുള്ളത് നോക്കാം. അങ്ങനെ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. അപ്പം ഇനി കടയിൽ പോയി ബ്രെഡ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ബ്രെഡ് വേണം എന്ന് തോന്നുമ്പോൾ ഇതേപോലെ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്